ഹലോ, ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എന്താണ് ഇത്ര സ്പെഷ്യലാവാൻ കാരണം എന്ന് ചോദിച്ചാൽ, കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കാൻ ഒരു മൊമെൻ്റാണ് നടക്കാൻ വേണ്ടിയിട്ട് പോണത്. ഉസ്ബെക്കിൽ കാലെടുത്ത് കുത്തിയത് തൊട്ട് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് അത് സംഭവിച്ചു. അതിപ്പോൾ സംഭവിച്ചിട്ട് ഏകദേശം 2 ആഴ്ചയൊക്കെ ആയി. പക്ഷേ എനിക്കിപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യാനൊരു മൂഡ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു 10 മാസത്തിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചാൽ കുറച്ച്, അതായത് പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ വരെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ആ തലേ ദിവസമൊക്കെ എക്സൈറ്റ്മെൻറ്റ് എവിടേക്കോ പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇത്രയും കാലം നമ്മളൊരു സ്ഥലത്ത് നിന്ന് അവിടെയായിട്ട് യൂസ്ഡ് ആയല്ലോ. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇനി മാറാൻ പോവാണ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെയാണ് പോണത്. പക്ഷേ ചില എവിടേക്കും ഒരു മൊമെൻറ്റിൽ നമ്മൾ നിന്ന സ്ഥലം നമുക്കൊരു വീട് പോലെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ 8:30 കേട്ടോ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം വന്നിട്ടുള്ളത്. ഒരു പുലർച്ചെ 4 മണി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഒരു 4:30 ആയപ്പോഴത്തേക്കും വെളിച്ചം വന്ന് തുടങ്ങി കേട്ടോ. ഇവിടെ നമുക്ക് സമ്മർ ആവണ സമയത്ത് നേരത്തെ സൺറൈസ് ഉണ്ടായിരിക്കും. അതേപോലെ സൺസെറ്റ് ഒരു 8 മണി ഒക്കെ ആകുമ്പോഴാണ് സൺസെറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏകദേശം ഡേ ടൈം കുറച്ച് കൂടുതലാണ് ഇവിടെ. സത്യം പോലെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്കൊരു വികാരം ഉണ്ടായിരുന്നില്ല കേട്ടോ ത്രൂ ഔട്ട് ദ ജേർണി. എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് എന്താ ഒന്നും ഭയങ്കര ഒരു ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് വീട്ടിലെത്തി അല്ലെങ്കിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് എല്ലാവരെയും കാണുന്നതൊന്നും എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പോലും പറ്റേണ്ടിയിരുന്നില്ല. വീട്ടിലെത്തിയിട്ടുള്ള ഇടയ്ക്കുള്ള മൊമെൻ്റൊക്കെ ഞാനൊന്ന് ആലോചിക്കും, ഇത് ശരിക്കും നടക്കുകയാണോ, അതേ സ്വപ്നം കാണാണോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ, അതേ ഉസ്ബെക്കിൽ തന്നെയാണോ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ എനിക്ക് വന്ന സമയത്തും. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ എയർവേസ് ആയിരുന്നു ഫസ്റ്റത്തെ നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അതിൽ ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചെറുപയർ പുഴുങ്ങിയത് ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറുപയറിന് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിലുള്ള സെയിം ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിട്ടോ. പിന്നെ നമ്മുടെ ജേർണി നല്ല ജേർണി ആയിരുന്നു. പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ലഗേജൊക്കെ നമ്മളുണ്ടല്ലോ, നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളതൊന്നും 1 കിലോ കുറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എയർപോർട്ടിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വയ്യ. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, ലഗേജ് കൂടിക്കഴിഞ്ഞാൽ വീട്ടുകാർ പുറത്തുണ്ടായിരിക്കും, അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാം. ഇത് നമുക്ക് അങ്ങനെ പറ്റൂല, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ വന്നിട്ടുള്ളത്. സോ എന്തെങ്കിലും ലഗേജ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ ഇട്ടിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണി 12:30 ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡൽഹിയിൽ വരുന്നത്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് ടെർമിനൽ ചേഞ്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഡൽഹീൻ്റെ ഒരു ചെറിയ ഭാഗം കാണാൻ വേണ്ടി പറ്റി. ബിക്കോസ് നമ്മൾ ഇറങ്ങിയിട്ടുള്ള ടെർമിനലിൽ നിന്ന് നെക്സ്റ്റ് നമുക്ക് പോകാനുള്ള ടെർമിനലിലേക്ക് അത്യാവശ്യം നല്ല ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ബസ്സിന് പോകണം, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. 12:30 നമ്മൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് വരുന്നത് വൈകുന്നേരം 6:30 കേട്ടോ. സോ ഈ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ ഉറങ്ങിയിട്ടാണ് കേട്ടോ തീർത്തത്. എയർപോർട്ടിൽ നിന്ന് കുറേ സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അന്ന് നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല. ഒരു ഇത്തിരി പോലും ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ജേർണിയിൽ നമുക്ക് ഉറങ്ങാൻ നല്ലപോലെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്ന ചാൻസ് ഒക്കെ ഉറങ്ങി തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 മണി, എനിക്ക് കറക്റ്റ് സമയം ഓർമ്മല്ല, നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ചെക്കിനൊക്കെ നമ്മൾ സെൽഫായിട്ടാണ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ട പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ താഷ്കണ്ടിൽ നിന്നിട്ട് 5 പേരാണ് വന്നിട്ടുള്ളത്. ആ 5 പേരിൽ 3 പേര് കണ്ണൂരിക്കും 2 പേര് കാലിക്കറ്റിക്കാണുള്ളത്. സോ അവിടെ ഒരു സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിടത്ത് ഒരു ബായ് വരുന്ന സമയത്ത് ചെറിയൊരു വിഷമം ഉണ്ടായോ എന്നൊരു ഡൗട്ട് ഇതുവരെ കേൾക്കുമ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എനിക്കറിയില്ല. പക്ഷേ ഇത്രയും കാലം ഒരു മിസ് നിന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടോ. ഞാൻ അപ്പം പഠിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് സബ്സ്ക്രൈബർ ആക്കിയതാട്ടോ. ആ സബ്സ്ക്രൈബറിനെയാണ് നിങ്ങൾ അല്പസമയം മുൻപ് കണ്ടിട്ടുള്ളത്. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, വികാരം ഒന്നും ഉണ്ടായിരുന്നില്ല ത്രൂ ഔട്ട് ദ ജേർണിന്ന്. ആ വികാരം വന്നിട്ടുള്ള മൊമെൻ്റാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതെനിക്ക് ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പപ്പേനെയും അമ്മേനെയും കാണുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് അന്ന് രാത്രി എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് നോട്ട് ഇൻ ദ പ്ലാൻ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം നടക്കും എന്നുള്ളത്. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.